എപ്പോഴാണ് സ്ത്രീയാവുന്നത്? അവളുടെ സ്ത്രൈണമായ ഗുണങ്ങൾ നിറയുമ്പോഴാണ് അല്ലെ? സംരക്ഷിക്കാൻ, സ്നേഹിക്കാൻ, വാത്സല്യം പകരാൻ, കരുതലോടെ ചേർത്ത് പിടിക്കാൻ ഒക്കെ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ ആ വ്യക്തി സ്ത്രീയായി മാറുന്നു. അതാണ് സ്ത്രൈണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീയെ പേടിച്ച് ആരും ആ വഴി നടക്കില്ല, അത്ര ഭീകരയാണ് അവൾ എന്ന് വരുമ്പോൾ രാജാവിന്റെ ഉത്തരവാദിത്തം, രാമൻ രാജകുമാരനാണ്, അവിടെ രാമൻ രാജാവിന്റെ ഉത്തരവാദിത്തം സമൂഹത്തെ രക്ഷിക്കുകയാണ്. തന്നോട് നേരിട്ട് എതിരിട്ടില്ലെങ്കിലും സമൂഹത്തെ രക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈക്വലി സ്ട്രോങ് ആയ രണ്ട് പക്ഷങ്ങൾ നിൽക്കുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ രാമൻ തന്നെ ശങ്കിക്കുന്നുണ്ടേ. നിങ്ങൾക്ക് കുറച്ചും കൂടി രാമായണത്തിലേക്ക് ഒന്നുകൂടെ ഉള്ളിലേക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, വിശ്വാമിത്രൻ രാമന് ധാരാളം പൂർവ്വകഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു മന്ധര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ലോകം മുടിക്കാൻ ഒരുങ്ങിയ മന്ധര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്ന കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പോയിന്റ് നിങ്ങൾക്ക് പറയാമായിരുന്നു. അതുപോലെ പല തലങ്ങളിൽ സ്ത്രീകൾ അധർമ്മികളായാൽ അത് സ്ത്രീയോ പുരുഷനോ എന്ന് നോക്കരുത്, നിയമന സംവിധാനം വളരെ ശക്തമാകണം ഒരു രാഷ്ട്രത്തിൽ.